ഉറക്കമല്ലായിരുന്നോ? മുട്ടു വേദനിച്ചു തുടങ്ങി. അമ്മ വാ, വന്ന് കിടക്ക്. നന്ദേട്ടാ, നന്ദേട്ടൻ എന്താ അവിടെ പോയി നിൽക്കുന്നേ? അതെ, ഇത് ശങ്കരമംഗലോ, കയറുന്നില്ലേ? വരുന്നു. നന്ദേട്ടാ, ഒരു ലൈൻ ടീ ആവാല്ലേ? നന്ദേട്ടാ, എന്താ? നന്ദേട്ടൻ ഇത് ഏത് ലോകത്താ? ഞാൻ ചോദിച്ചതൊന്നും കേട്ടില്ലേ? എന്തായിരുന്നു? കുന്തം. ഒരു ലൈൻ ടീ എടുക്കട്ടേന്ന്. ചില സമയത്ത് ബാക്കിയുള്ളവര് പറയുന്നതൊന്നും നന്ദേട്ടൻ കേൾക്കില്ല. നന്ദേട്ടന്റെ മനസ്സ് ഓട്ടോ പിടിച്ച് ഉഗാണ്ടയ്ക്ക് പോവും. അമ്മ എവിടെ? കിടന്നു. കാലുവേദനയാ. കേട്ടോ നന്ദേട്ടാ? താൻ പറയടോ. നന്ദേട്ടൻ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, എത്രയും വേഗം ചക്കിയും വിബിയും കുതിരപ്പന്റെ വീട്ടിൽ നിന്ന് മാറ്റണം. അതിപ്പോ ഇടിപിടിയെന്ന്. നന്ദേട്ടൻ ന്യായവും നാട്ടുനടപ്പും ഒന്നും പറയണ്ട. നമുക്ക് നമ്മുടെ മോളുടെ സന്തോഷമാ വലുത്. കുതിരപ്പന്റെ വീട്ടിൽ എന്റെ മോൾക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. വിബിയുടെ അമ്മയും പെങ്ങളും ചക്കയ്ക്ക് സമാധാനം കൊടുക്കില്ല, എനിക്ക് ഉറപ്പാ. അവരവളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനുള്ളതല്ലേ നന്ദേട്ട? അല്ലാതെ പോരടിച്ചു തീർക്കാനുള്ളതല്ലോ. വേണ്ടത് ചെയ്യാവോ?
എന്റെ ദൈവങ്ങളെ, എന്റെ ചക്കിയെ കാത്തോളണ്. അവളുടെ കണ്ണ് നിറയരുത്. ഒരുപാട് കരഞ്ഞവരാ ഞങ്ങള്. കൈകോർത്ത് പിടിച്ചു നിന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരാ ഞാനും നന്ദേട്ടനും. നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും പെരുമഴക്കാലം ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു ചെറു സങ്കടം പോലും താങ്ങാനുള്ള കെൽപ്പ് ഇനിയില്ല. മോളെ, എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ലമ്മ. അമ്മയോട് എന്തിനാ കള്ളം പറയുന്നേ? നിന്റെ മുഖം ഒന്ന് വാടിയാൽ, ഒരു കുഞ്ഞു സങ്കടമെങ്കിലും നിന്റെ മനസ്സിൽ വന്നാൽ ആദ്യം അറിയുന്നത് ഈ അമ്മയാ. നന്ദന്റെ പെണ്ണായിട്ടല്ല, സ്വന്തം മോളായിട്ടാ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നുമില്ല എന്റെ ശങ്കരിയമ്മ. ചക്ക ഇവിടെ ഇല്ലെന്നോർത്തപ്പോ. അത് മാത്രാണോ പ്രശ്നം? അമ്മ കിടന്നോ? ഞാൻ കിടന്നോളാം മോളെ. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അമ്മയോട് മോളത് പറയണം. അല്ലാതെ മനസ്സിൽ ഒതുക്കി വെച്ച് ഒറ്റയ്ക്കിരുന്ന് ഒരുകരുത്. പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കണം, കരഞ്ഞു തീർക്കാനുള്ളത് കരഞ്ഞു. ആഹാ, അതുകൊള്ളാം. അതെ, ഞാൻ ഇയാളുടെ ഭർത്താവാ. അപ്പൊ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കുണ്ട്. പെൺകുട്ടികളുടെ കല്യാണപ്രായം 21 വയസ്സാക്കിക്കൊണ്ടുള്ള നിയമം താമസിച്ചു വന്നത് നന്നായി. അതെങ്ങാനും നേരത്തെ പാസാക്കിയിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവൻ 3 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇന്ന് മുഖത്ത് നല്ല ഹൈ വോൾട്ടേജ് പ്രകാശമാണല്ലോ. ഓ, പകല അമ്മക്കുട്ടിയെ കണ്ടേന്റെ ആവും. പകല അമ്മക്കുട്ടിയെ കണ്ടത് മാത്രല്ലല്ലോ, ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് വഴക്കിടുകയും ചെയ്തില്ല. എടോ, ഞാൻ തന്റെ അടുത്ത് കഴിഞ്ഞ ദിവസമേ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്നും ചിന്തിക്കണ്ട. തനിക്ക് തന്റെ ജീവനായിട്ട് അമ്മക്കുട്ടിയുണ്ട്, പിന്നെ ജീവന്റെ ജീവനായിട്ട് ഞാനുണ്ട്, പിന്നെ അച്ഛയുണ്ട്, ശങ്കരി മുത്തശ്ശിയുണ്ട്, ഇവിടത്തെ അച്ഛനുണ്ട്, പിന്നെ നമ്മുടെ ശശാങ്കനളിയനുണ്ട്. സ്നേഹിക്കാൻ ചുറ്റും നിൽക്കുന്ന ആളുകളെ കാണാതെ നമ്മളെ പഴി പറയുന്നവർക്കും വെറുക്കുന്നവർക്കും നേരെ നോക്കുന്നതാ നമ്മുടെ കുഴപ്പം. അങ്ങനെയുള്ളവരെ പറ്റി ചിന്തിച്ച് നമ്മൾ എന്തിനാ വെറുതെ അസ്വസ്ഥതപ്പെടുന്നത്? നമ്മൾ നമ്മെ സ്നേഹിക്കുന്നവരെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവരിങ്ങോട്ട് തരുന്നതിന്റെ ഇരട്ടി സ്നേഹവും വിശ്വാസവും. അതുകൊണ്ട് പിടയ്ക്കണ്ട. ഇന്ന് രാത്രി അമ്മക്കുട്ടിയെ കാണണമെന്നല്ല തോന്നലും ഉണ്ടാവൂ. അല്ല, അങ്ങനെയാണെങ്കിലേ വണ്ടിയൊന്ന് തിരിച്ചിട്ടേക്കാം. മിന്നൽ വേഗത്തിൽ ശങ്കരമംഗലത്ത് പോയിട്ട് വരാമല്ലോ. അതോ അമ്മക്കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് ബോധം കെടാനാണോ ഉദ്ദേശം? ഒന്നുമല്ല, എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. ശല്യം ഉണ്ടാക്കണം. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കാനാ എനിക്ക് താല്പര്യം.
ഇപ്പൊ അമ്മക്കുട്ടിയെ കാണണമെന്നും വിളിക്കണമെന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ലോകത്ത് വിപിൻ ചേട്ടനും അനുക്കുട്ടിയും മാത്രം. എൻ്റെ ആന്റണി ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എടോ, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ സംശയിക്കുന്ന എന്തിനാ? കൃത്യമായ രേഖകൾ കൊടുക്കുക, ലൈസൻസ് അടിച്ചു വാങ്ങുക, അത്ര തന്നെ. അത് இருக்கு. என்ன சார், சௌக்கியமா? உங்களோட பிளடி மேனேஜர் ஆண்டோனி மதுக்கரையில வந்து போனதெல்லாம் தெரிஞ்சு போச்சு. இனிமே ஒரு தடவை ஆண்டோனி மதுக்கரைக்கு வந்தா கேரளா பார்டர் தாண்டிட்டா அவனை மட்ட பண்ணிடுவேன். ஆண்டோனி உங்களுக்கு முழுசா வேணுமா இல்ல பீஸ் பீஸா வேணுமா? പ്ലീസ് ഉപദ്രവിക്കരുത്. മன்னிப்பா. மன்னிப்பு கேட்க வேண்டியது என்கிட்ட இல்ல சார். அந்த ஆளு யாருன்னு உங்களுக்கு நல்லா தெரியும் சார். உங்க டைம் வந்தாச்சு சார். മാഷ് നിലാവ് കാണായിരിക്കുമല്ലേ? മനസ്സിൽ ഇരുട്ട് മാത്രം പോരല്ലോ ലക്ഷ്മി, കുറച്ച് നിലാവും കൂടിയൊക്കെ ആവാം. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ നല്ലത്. അത് തിരിച്ചറിവിന്റെ പാതയിലേക്കുള്ള തുടക്കമാണ്. ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണല്ലോ ഇത്തരം മുഖവരെയും ആമുഖമൊക്കെ. അല്ല, അതെങ്ങനെ? 30-35 കൊല്ലമായില്ലേ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട്. കൂടെ ജീവിക്കുന്ന ആളുടെ ഹൃദയമിടിപ്പ് അറിയാൻ കഴിയും, ശ്വാസഗതിയുടെ അർത്ഥവും മനസ്സിലാവും. കാര്യം പറയേ. നാളെ ഏട്ടനെ ഒന്ന് കാണാൻ പോണം. ഏതേട്ടൻ? എനിക്കൊരു ഏട്ടനല്ലേ ഉള്ളൂ, കുതിരപ്പന്ത് വീട്ടിൽ ചന്ദ്രസേനൻ.
ഇന്നല്ലേ ഏട്ടൻ വന്ന് പെങ്ങളെ കണ്ടിട്ട് പോയത്. ഇനിയിപ്പോ എന്തിനാ നാളെ പോകുന്നത്? അല്ല, ഈ വീടിന്റെ അവകാശത്തിന്റെ പാതി ഏട്ടനുള്ളതാണല്ലോ. അപ്പോ ആധാരമായിട്ട് ഒന്ന് ചെല്ലണോന്ന് പറഞ്ഞു എന്നോട്. ഓ, അവകാശവും വീതം വെപ്പും അതിന്റെ ഉടമ്പടിയും അല്ലേ? നല്ല കാര്യം, പോയിട്ട് വാ. അല്ല, മാഷും കൂടി ഒന്ന് വന്നാ. ഞാനോ? ഞാനെന്തിനു വരണം? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും നിങ്ങളുടെ കുടുംബസ്വത്ത് പങ്കുവയ്ക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം? ഏട്ടനെ പിണക്കിയ ഉള്ളതും കൂടി കൈവിട്ടു പോവും. നമ്മളെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. ഭയമില്ല, ഭയപ്പെടുത്തുകയും വേണ്ട. കയ്യിലൊരു ഊന്നുവടിയും മുന്നാഴി മണ്ണുമായിട്ട് ജനിച്ചവനല്ല ഗോവിന്ദൻ, മനസ്സിലായോ? സ്വന്തം കാലിൽ നിവർന്ന് തന്നെ നിന്നാ ഇതുവരെ ജീവിച്ചത്. പിന്നെ കുതിരപ്പന്തി വീട്ടിൽ അന്തിയുറങ്ങി എന്നൊരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അക്കാര്യത്തിൽ എനിക്കിപ്പോ കുറ്റബോധമുണ്ട്. നാളെ സേനൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ, അല്ലെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞാൽ, എനിക്ക് താമസിക്കാൻ പെൻഷനേഴ്സ് ഹോമുകളുണ്ട്. റിട്ടയർഡ് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണത്. ഞാൻ അവിടെ പോയി അങ്ങ് താമസിക്കും. തനിക്ക് വേണമെങ്കിൽ ഒരു സഞ്ചി കൊള്ളുന്ന സാധനങ്ങളും എടുത്ത് കൂടെ വരാം. അല്ലെങ്കിൽ ഏട്ടന്റെ മണിമാളികയിൽ പോയി താമസിക്കാം. അല്ല മാഷെ, ഞാൻ നിർത്തിയേക്ക്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ ഏട്ടനെ പോയി കാണുകയോ ആധാരം അടിയറ വയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളുക. മേലാൽ ഇക്കാര്യം എന്നോട് സംസാരിക്കാൻ വരരുത്. ഇതാ കാപ്പി. സേനയുടെ കാപ്പിന്ന്. അതിൽ നീ കിടന്ന് വിളിച്ചു കൊന്നെന്തിനാ? നിന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഉരുൾപൊട്ടലിൽ ഒരു പാറമട അങ്ങനെ കുത്തി ഒലിച്ച് വന്നെന്ന്. ആ, കാപ്പിയോടെ വെച്ചേക്ക്. സേനേട്ടനും പിന്നെ എപ്പോഴും ഈ പാറമടയും പാറ പൊട്ടിക്കലും ഫിനാൻസും ഒക്കെ അല്ലേ ഉള്ളൂ ചിന്ത. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നോണ്ടാടി കല്ല് കടിക്കാത്ത ചോറും ഉണ്ട് നീ സുഖമായി കിടന്നുറങ്ങുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. ചോദിച്ചോ, എന്താ കേക്കട്ടെ? ഈ കുതിരപ്പന്തി വീട്ടിന്റെ അവകാശം വേണോന്നൊക്കെ പെങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായില്ലേ? ഇനി ഇത് വെച്ച് നീട്ടുന്ന എന്തിനാ? ആ അവകാശങ്ങൾ സ്ഥാപിച്ചൂടെ? നമുക്കൂടി വേണമെങ്കിൽ അങ്ങോട്ടങ്ങ് താമസവും മാറ്റാലോ. നമ്മൾ അങ്ങോട്ട് താമസം മാറ്റാലോ? അത് വേണോ? അത് വേണമെന്ന് എന്റെ അഭിപ്രായം. സ്ഥിരമായിട്ടല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിക്കണം. വിവിനും ആ പെണ്ണും അവിടുന്ന് പടിയിറങ്ങുന്നിടം വരെ. അത് വേണ്ട. എടേ, ഒരാളെ കൊന്നു തീർക്കാനാണെങ്കിൽ ഒരൊറ്റ കുത്തു മതി. പക്ഷേ അതിനൊരു രസമില്ല. അതോടെ തീർന്നോ കഥ. പക വീട്ടണമെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഒറ്റക്കുത്തിന് തീർക്കരുത്. നമ്മൾ കുത്തുന്ന ഓരോ മുറിവിലും നീറണം, നീറ്റലുണ്ടാവണം. ആ നീറ്റൽ ഇങ്ങനെ നീണ്ടു നീണ്ടു നിൽക്കണം. നമ്മുടെ കൺമുമ്പിൽ കിടന്ന് നീറി പുളയണം. അതാണ് സേനന്റെ രീതി. എന്തായാലും ആധാരവുമായി അടുത്ത ദിവസം എന്നെ പെങ്ങൾ വരുമല്ലോ. ആധാരം എന്റെ കൈ കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ സേനനൊരു കളി കളിക്കും.